നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കീഗൽ എക്സസൈസ് അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ എക്സസൈസിനെ കുറിച്ചാണ്. ഇടുപ്പിന് ചുറ്റുമുള്ള പേശികൾക്ക് വേണ്ടിയുള്ള വളരെയധികം ഗുണങ്ങളുള്ളൊരു വ്യായാമമാണ് കീഗൽ എക്സസൈസ് അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ വ്യായാമങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ ശാരീരിക വ്യായാമം ഏറ്റവും എളുപ്പമുള്ളതും ആർക്കും എപ്പോഴും ചെയ്യാവുന്നതുമാണ്. മൂത്രസഞ്ചി നിയന്ത്രണത്തിനും മലവിസർജനത്തിനും ലൈംഗിക ബന്ധത്തിന് സഹായിക്കുന്ന ജനനേന്ദ്രിയ ഭാഗങ്ങളിലെ പേശികളെയും ഇത് ശക്തിപ്പെടുത്തുന്നു. അറിയാതെ മൂത്രം പോകുന്ന സ്ഥിതിയിൽ നിന്നും ഗർഭാശയ പ്രൊലാപ്സ് തുടങ്ങിയ പ്രശ്നങ്ങൾ അകലുവാനും പെൽവിക് അവയവങ്ങൾ ദൃഢമാക്കുന്നതിനും ഉദ്ധാരണ ശേഷിക്കുറവ്, ശീഘ്രസ്ഖലനം, യോനി സങ്കോചം, യോനികളുടെ മുറുക്കക്കുറവ് തുടങ്ങിയ ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും കീഗൽ വ്യായാമം സഹായിക്കും. സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ഇവ ചെയ്യാവുന്നതാണ്. ഒറ്റത്തവണ നിരവധി മിനിറ്റുകൾ എന്ന നിലയിൽ ഈ വ്യായാമം ദിവസത്തിൽ പല പ്രാവശ്യം നടത്താം. പക്ഷേ ഫലം ലഭിക്കാൻ ആഴ്ചകളോ 1 മുതൽ 3 മാസങ്ങളോ എടുത്തേക്കാം. 1948 അമേരിക്കൻ ഗൈനക്കോളജിസ്റ്റായ ആർണോൾഡ് ഹെൻറി കീഗൽ വികസിപ്പിച്ചെടുത്ത ഈ വ്യായാമങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവ മിക്കവാറും എവിടെയും ഏത് സാഹചര്യത്തിലും ആർക്കും ചെയ്യാവുന്നതാണ്. ഇരിക്കുകയോ കിടക്കുകയോ വായിക്കുകയോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ ഇത് ചെയ്യാം. എന്നാൽ മൂത്രമൊഴിക്കുമ്പോൾ കീഗൽ വ്യായാമങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക. കാരണം മൂത്രത്തിൻ്റെ ഒഴുക്ക് ഇടയ്ക്ക് വെച്ച് തടയുന്നത് മൂത്രസഞ്ചിയിൽ കുറച്ച് മൂത്രം അവശേഷിക്കാൻ ഇടയാകും. ഇത് മൂത്രാശയ അണുബാധയുണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. കീഗൽ വ്യായാമങ്ങളുടെ പ്രയോജനങ്ങൾ: കീഗൽ വ്യായാമങ്ങൾ വളരെ കുറച്ച് സമയവും പരിശ്രമവും ആവശ്യമായ വ്യായാമങ്ങളാണ്. എന്നാൽ ഒരാളുടെ ലൈംഗിക ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഇതിനാകും. മൊത്തത്തിലുള്ള ശാരീരിക ആവശ്യങ്ങളെ മെച്ചപ്പെടുത്താനും അതിതേന്ദ്രിയത്വം നിയന്ത്രിക്കാനും ഇത് സഹായിക്കും. ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കും. പെൽവിക് ഫ്ലോർ പേശികൾക്കുള്ള വ്യായാമം ചെയ്യുന്നത് അരക്കെട്ടിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഇത് പുരുഷന്മാരിൽ ഉദ്ധാരണത്തിന് അത്യാവശ്യമാണ്. ഉദ്ധാരണം, രതിമൂർച്ച, സ്ഖലനം തുടങ്ങി ലൈംഗിക പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്ന ആൽബോസ്പോഞ്ചിയോസിസ് പേശി വികസിക്കാനും ശക്തിപ്പെടുത്താനും കീഗൽ വ്യായാമങ്ങൾ സഹായിക്കും. അതുവഴി ലിംഗത്തിൻ്റെ ഉദ്ധാരണശേഷിക്കുറവ് ഒരു പരിധിവരെ പരിഹരിക്കാം. ഈ വ്യായാമം സ്ത്രീകളിൽ രതിമൂർച്ചയും സുഖാവസ്ഥയും വർദ്ധിപ്പിക്കും. ലൈംഗിക ബന്ധത്തിനിടയിൽ സ്ത്രീകളെ ഇത്തരം പേശികൾ ചലിപ്പിക്കുന്നത് വഴി ഇരുവർക്കും കൂടുതൽ ആസ്വാദനം ലഭ്യമാകും എന്ന് കരുതപ്പെടുന്നു. യോനി സങ്കോചം അഥവാ വജൈനിസ്മസ് എന്ന അവസ്ഥ അനുഭവിക്കുന്ന സ്ത്രീകൾക്കും ഈ വ്യായാമം പ്രയോജനകരമാണ്. പെട്ടെന്നുള്ള സ്ഖലനം അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം തടയാനും ഈ വ്യായാമം സഹായിക്കും. പെൽവിക് ഫ്ലോർ പേശികൾ മൂത്രവും മലവിസർജനവും നിയന്ത്രിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ശരീരഭാഗമാണ്. ഈ പേശികൾ ദുർബലമാണെങ്കിൽ മലബന്ധം, മൂത്രതടസ്സം, മലമൂത്ര വിസർജനം, കഠിനമായ ജോലികൾ ചെയ്യുമ്പോഴുള്ള മൂത്രച്ചോർച്ച എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തുമ്മൽ, ചുമ അല്ലെങ്കിൽ ചിരിക്കുമ്പോഴോ ചിലർക്ക് മൂത്രം പോകാറുണ്ട്. ഇതിനെ അജിതേന്ദ്രിയത്വം എന്ന് പറയുന്നു. ഇത് പരിഹരിക്കാൻ കീഗൽ വ്യായാമം ഗുണകരമാണ്. കീഗൽ വ്യായാമങ്ങളിലൂടെ മൂത്രസഞ്ചി നിയന്ത്രണവും സ്ഥിരതയും മെച്ചപ്പെടുത്താനാകും. ഗർഭാശയത്തിൻ്റെ പ്രൊലാപ്സ് സാധ്യത കുറയ്ക്കാം. സ്ത്രീകളിൽ ഗർഭാശയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ താഴേക്ക് പോകുന്ന രോഗാവസ്ഥയാണ് പ്രൊലാപ്സ്. മൂത്രസഞ്ചി, മലാശയം എന്നിവ താങ്ങാൻ കഴിയാത്ത വിധം പെൽവിക് ഫ്ലോർ പേശികൾ ദുർബലമായ ഒരു രോഗാവസ്ഥയാണ്. കീഗൽ വ്യായാമങ്ങൾ പെൽവിക് പേശികളെ ശക്തിപ്പെടുത്തുന്നതിനാൽ പ്രൊലാപ്സ് തടയാൻ സഹായിക്കും. പ്രസവത്തിനും ആർത്തവ വിരാമത്തിനും ശേഷം ഗർഭധാരണം പലപ്പോഴും സ്ത്രീകളുടെ പെൽവിക് ഫ്ലോർ പേശികളെ ദുർബലപ്പെടുത്താറുണ്ട്. പ്രസവ സമയത്ത് ഈ ഭാഗത്ത് കടുത്ത സമ്മർദ്ദം നേരിടാറുണ്ട്. പ്രസവശേഷം യോനി അയഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പങ്കാളികൾക്ക് വേണ്ടത്ര സുഖവും തൃപ്തിയും ലഭിക്കണമെന്നില്ല. യോനി വഴിയുള്ള ഒന്നിലധികം പ്രസവം കഴിഞ്ഞവരിൽ യോനികളിൽ വേണ്ടത്ര മുറുക്കം ഉണ്ടായെന്ന് വരില്ല. ഇത്തരം സാഹചര്യത്തിൽ കീഗൽ വ്യായാമങ്ങൾ ചെയ്ത് നല്ലൊരു പരിധിവരെ പ്രശ്നം പരിഹരിക്കാം. പ്രസവം കൊണ്ട് അയഞ്ഞു പോയ യോനി പേശികൾ ബലപ്പെടുത്താൻ ഈ വ്യായാമം സഹായിക്കുന്നു. 45 അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ആർത്തവ വിരാമം ഉണ്ടാകുന്ന സമയത്ത് ഈസ്ട്രജന്റെ അളവ് കുറയുന്നത് കാരണം പെൽവിക് ഫ്ലോർ പേശികളിൽ രക്തയോട്ടം കുറയുകയും അവയെ ദുർബലമാക്കുകയും യോനി വരൾച്ച ഉണ്ടാവുകയും ചെയ്യുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ദുർബലമായ പേശികളെ ശക്തിപ്പെടുത്തുന്നതിന് കീഗൽ വ്യായാമങ്ങൾ ഉപകരിക്കും. ഈ വ്യായാമം ചെയ്യേണ്ട രീതി വീഡിയോയിൽ കാണുന്നത് പോലെയാണ്.